പ്രിയപ്പെട്ടവരെ, ജീവിതമാർഗം മുട്ടിപ്പോയവർ, കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ആയി പോയവർ, തിരിച്ചു കയറാൻ പറ്റാതിരിക്കുന്നവർ, വിസ ഉണ്ട് പക്ഷേ ജോലിയില്ല, കോൾ ഫോർ ചെയ്യുന്നില്ല, അങ്ങ് ധർമ്മസങ്കടത്തിയിരിക്കുന്നവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് ജീവിക്കുന്നവർ, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 16 ദിവസം ഡേറ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി. വെള്ളമില്ലാത്തവരെ, ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായ, ഞാൻ കിണർ കുത്തി, എനിക്ക് വെള്ളം കണ്ടില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞ്, രണ്ടാമത്തെ കിണർ കുത്തുമെന്ന് വിചാരിക്കരുത്, ഞാൻ കുത്തത്തില്ല, ഞാൻ ഈ കിണർ കുത്തിയിരിക്കണം നിൻ്റെ നാമത്തിലാണെന്ന്, ഇവിടെ തന്നെ എനിക്ക് വെള്ളം തരണമെന്ന്. വിശ്വാസിക്ക് അവകാശമുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ജീവനോടെ മഹത്വപൂർണനായി ആരാധ്യനായി അനുഗ്രഹദാതാവായി നിൽക്കുന്ന സമയമാണ്. അമ്മ പരിശുദ്ധമ്മ ദേവമാത നമുക്കിൻ്റെ മാധ്യസ്ഥം വഹിക്കുന്നു. നിങ്ങൾ സന്തോഷമായിരിക്കണം. ഓൺലൈനിലുള്ളവരും ഇപ്പോൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷാത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നമുക്ക് വേണ്ടി മാധ്യസ്ഥത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്നവരെ പുച്ഛത്തോടെ പുറന്തള്ളണം. നീ നിൻ്റെ വിശ്വാസമായി നീ മുന്നോട്ട് പോകും. നമ്മൾ നേടും, കൃപ ധരിക്കും, നമ്മൾ ജയിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജോലിക്കും. എല്ലാവരും നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജോലിക്കും. മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊച്ചുമക്കളുടെ സ്വഭാവ വൈകല്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കൊച്ചുമക്കളെ പള്ളിക്കൂടത്തിൽ വിട്ടിട്ട് അവർ സ്കൂളിൻ്റെ കാര്യങ്ങളും നോക്കാതെ എപ്പോഴും വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇലക്ട്രോണിക്സുമായിട്ട് അഡിക്റ്റഡ് ആയിപ്പോയ കുഞ്ഞുങ്ങൾ അവിടെ വിടുതലിന് വേണ്ടി ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. നമ്മൾ ജയിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, അമ്മയോടും കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. തലയിൽ നിന്ന് രക്തം കിരിഞ്ഞു പോകുന്നത് കാണിക്കുന്നുണ്ട് കർത്താവ്. രക്തം കിരിഞ്ഞു പോകുന്ന എല്ലാ രോഗികളെയും കർത്താവ് സുഖപ്പെടുത്തുന്ന കൈയടിച്ച് ശ്രുതിക്കട്ടെ. ആരാധിക്കുന്നു.
ജയിക്കും കൃപ ധരിക്കും അമ്മയോട് കൂടെ ജയിക്കും നമ്മൾ ജയിക്കും കൃപ ധരിക്കും അമ്മയോട് കൂടെ ജയിക്കും മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിലെ തേര് പിടിക്കാം കൈയടിച്ചുകൊണ്ട് സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിലെ തേര് പിടിക്കാം ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരം ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരം നമ്മൾ ജയിക്കും കൃപ ധരിക്കും അമ്മയോട് കൂടെ ജയിക്കും നമ്മൾ ജയിക്കും കൃപ ധരിക്കും അമ്മയോട് കൂടെ ജയിക്കും മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിനെ തേര് പിടിക്കാം സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിനെ തേര് പിടിക്കാം. എല്ലാവരും മുട്ട നീക്കുക, മൗനമായി മുട്ട നീക്കുക. എൻ്റെ മക്കളെ, ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം അച്ഛൻ്റെ കൂടെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. ആ വിഷയത്തിനുമേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ പോകുന്നു. ഏതെങ്കിലും വിഷയം നിങ്ങളുടെ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് ആ വിഷയം ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാക്ഷ്യം പറയാൻ പറ്റും. ബ്രെയിനിന് അസുഖമുള്ള കുറേ ആൾക്കാർ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. മുട്ടിൻ്റെ താഴെ മുട്ടിൻ്റെ മുകളിൽ ഒരു വലിയ ചൊറി പോലെ കുരുവാണ്. എന്തോ അപകടത്തിൽ അത് പൊറുക്കാതെ കിടക്കുന്ന വ്രണമാണ്. കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. വചനം വായിക്കാതെ കുറേ ദിവസമായിട്ട് ഇപ്പോൾ വചനം വായിക്കുന്നില്ല. നിങ്ങളിന്ന് ചിന്തിച്ചായിരുന്നു, ഞാൻ വായിച്ചിട്ട് കുറേ ദിവസം ആയല്ലോ എന്ന്. അത് ശരിയാണെന്ന് ഈശോ പറയുന്നു. അപ്പോൾ വചനം വായിക്കുന്നതായിട്ട് ദർശനമുണ്ട്. അതുകൊണ്ട് വചനം വായന നിർത്തിയവർ തീക്ഷണമായിട്ട് വായിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സമാപനാശീർവാദം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. എൻ്റെ പേര് സിനി റോയ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ കാർത്തികപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവ് റോയ്. ഞാൻ 2022 സെപ്റ്റംബർ 20 ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അന്നു മുതൽ ഞാൻ ഉടമ്പടിയിലാണ് ഇന്ന് വരെ ഉള്ളത്. 2025 മെയ് 7 രാവിലെ 5:45 എൻ്റെ ഭർത്താവിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഭർത്താവ് സഞ്ചരിച്ച ബൈക്കിൽ ഒരു ഓമിനി വാൻ വന്നിടിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിൽ വെച്ച് ആളുടെ നില വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് മാറി. എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു, ഉടമ്പടി തൈലവും ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി കാശുരൂപം റോച്ചിൻ്റെ നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഒക്കെ ഞാൻ ആദ്യം ചൊല്ലി റോച്ചിനെ കൊണ്ട് ചൊല്ലിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പോകെ പോകെ റോച്ചിൻ്റെ അവസ്ഥ വളരെ മോശമായി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ പ്രാർത്ഥന ഒന്നും ചൊല്ലാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കൊണ്ടുപോകല്ലേ മാതാവേ, കൊണ്ടുപോകല്ലേ മാതാവേ എന്ന് മാത്രം ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ റോച്ചിനെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ആളെ കിട്ടുമെന്ന് പ്രതീക്ഷ വേണ്ട, 1% പോലും പ്രതീക്ഷിക്കരുത്. കാരണം വാരിയിൽ പൊട്ടി ശ്വാസകോശത്തിൽ കയറി ശ്വാസകോശത്തിന് മുറിവ് സംഭവിച്ചിരിക്കുന്നു. ഓക്സിജൻ കൊടുക്കുന്നത് എയർ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻറ്റേർണൽ ബ്ലീഡിങ്ങും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മെഡിക്കൽ സയൻസിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആളെ കിട്ടുമെന്ന് 1% പോലും പ്രതീക്ഷിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ട ഞാൻ ആ കാഷ്വാലിറ്റിയുടെ മുൻപിൽ തന്നെ മുട്ടുകുത്തി കൈ വിരിച്ച് പിടിച്ച് ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്ക് എൻ്റെ റോച്ചിനെ ജീവനോടെ തരണം. ജീവനില്ലാത്ത എൻ്റെ റോച്ചിനെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് മുട്ടുകുത്തി കരഞ്ഞ് നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. റോച്ചിനെ അവർ വെന്റിലേറ്ററിലേക്ക് മാറ്റി. അവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണി ആയപ്പോഴത്തേക്കും റോച്ചിൻ്റെ നില വീണ്ടും വഷളായി. റോച്ചിന് മരണത്തിലേക്ക് പതുക്കെ പതുക്കെ പോയി. ഡോക്ടർ അനിയനോട് വന്നിട്ട് പറഞ്ഞു, ആൾ പോയി. ഡെത്ത് ഒന്നും കൂടെ കൺഫേം ചെയ്തതിന് ശേഷം ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ആ സമയത്ത് റോച്ചിന് അവിടെ ഒരു വലിയൊരു ദൈവിക അനുഭവം ഉണ്ടായി. ഞാൻ കിടക്കയിൽ കിടക്കുമ്പം ഞാനിങ്ങനെ ബോധമില്ലാതാണ് കിടക്കുന്നത്, എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ഒഴുകിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. ഞാനിങ്ങനെ ഒരു വെട്ടത്തൂന്ന് ഇരുട്ടിലേക്ക് പോയി. ഞാൻ അന്നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവേ എന്നെ കൊണ്ടുപോകല്ലോ മാതാവേ, കൊണ്ടുപോകല്ലോ മാതാവേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയി ഇങ്ങനെ ഒഴുകിപ്പോകുന്ന പോലെ പോയിട്ട് പിന്നെ ഞാൻ ആ ഇരുട്ടിലേക്ക് പോയി. പെട്ടെന്ന് ഇരുട്ടിലേക്ക് പോയി കഴിഞ്ഞ് ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് അതേപോലെ വന്നു. പോകുന്ന വഴികളിൽ ഞാനിങ്ങനെ പൂക്കളും കുറേ മാതാവിൻ്റെ ഗ്രോട്ടയൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ പറന്ന് പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞൊരു 3-4 സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ നടന്നു. അത് കഴിഞ്ഞ് 10 മണി 10:30 ആയ പിന്നെയാണ് ബോധം തെളിയുന്നത്. ഡോക്ടർ വന്നിട്ട് തിരിച്ച് ICUലേക്ക് ചെല്ലുമ്പോൾ ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ റോജൻ പറഞ്ഞത്. റോജൻ മരിച്ചു. റോജന് ശ്വാസം എടുക്കാൻ പറ്റാത്തത് റോജൻ അറിഞ്ഞു. ഡോക്ടർമാർ ആൾ പോയല്ലോ, ഇനി എന്ത് ചെയ്യും, ആൾ പോയല്ലോ എന്ന് പറയുന്നതൊക്കെ റോജൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6:30 ആയപ്പോഴേക്ക്
റോജിൻ്റെ കണ്ടീഷൻ ഏകദേശം നോർമലായി വരാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് നോക്കാം, ആൾ കിട്ടുമോയെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം 7 മണിയായപ്പം തൊറസൈക്ക് സർജറി ചെയ്തു. അത് ചെയ്തു, ഓപ്പറേഷൻ വിജയകരമായിരുന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, എന്നെ രാത്രി 11:30 ആയപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ആളുടെ സ്റ്റേജൊക്കെ ഏതാണ്ട് നന്നായി വരുന്നുണ്ട്, നമുക്ക് വെൻറ്റിലേറ്റർ മാറ്റി നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടർ വെൻറ്റിലേറ്ററൊന്നും മാറ്റി, ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്സിജൻ്റെ സപ്പോർട്ടിൽ ആൾ ശ്വസിക്കാൻ വേണ്ടി തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു, ഡോക്ടർ റോജിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചിയുടെ കയ്യിൽ ഇന്നലെ ഞാനൊരു സാധനം കണ്ടായിരുന്നല്ലോ, അത് എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ഉടമ്പടി കാശ് രൂപം ഞാൻ ഡോക്ടർക്ക് ഇങ്ങനെ കൈ തുറന്ന് കാണിച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞു അതിങ്ങ് തരാൻ പറഞ്ഞു. ഡോക്ടർ തന്നെ ICU കിടന്ന റോജിൻ്റെ കയ്യിൽ ആ കാശ് രൂപം അടങ്ങിയ ആ കൊന്ത ഇട്ട് കൊടുത്തു. അതിപ്പോഴും കഴുത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. അതിനുശേഷം റോജൻ വളരെ പെട്ടെന്ന് തന്നെ റിക്കവറായി വരാൻ വേണ്ടി തുടങ്ങി. 4 ദിവസം കഴിഞ്ഞപ്പോൾ റോജൻ്റെ 2 കാലും കൈയും കാലിൻ്റെ മുട്ടും ഒക്കെ ഫ്രാക്ചറായിരുന്നു. അപ്പം ആളെ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ കാലിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. തുടയിൽ പൊടിഞ്ഞു പോയിരുന്നു. കാലിൻ്റെ ജോയിൻ്റിൽ നിന്ന് കാല് വിട്ട് കാല് തിരിഞ്ഞു പോയിരുന്നു, വലത് കാല്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് എല്ലുകൾ പൊടിഞ്ഞു പോയതുകൊണ്ട് ഗ്യാപ്പ് വന്നു. ഡോക്ടർ എന്നെ വീണ്ടും വിളിച്ചു. ഡോക്ടർ പറഞ്ഞു ആ വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യണമെങ്കിൽ വേറൊരു എല്ല് പൊട്ടിച്ച് അതെടുത്ത് അവിടെ വെച്ച് ഫില്ല് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ സൈനിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവ് ഇതുപോലെ പൊട്ടിത്തരിപ്പണമായ ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ഇനിയും എല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? നീ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് റോജൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നു, എൻ്റെ മാതാവ് ഈശോയും കൂടെ വന്നിട്ട് ഈ ഓപ്പറേഷൻ ചെയ്തു തരണേ, എന്നെ സുഖപ്പെടുത്തണമേ എന്ന് റോജൻ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ എന്നോട് ഇത് വന്ന് പറഞ്ഞ സമയത്ത് റോജന് അവിടെ വലിയൊരു സുഗന്ധം അനുഭവപ്പെട്ടു. ഒരു 45 മിനിറ്റോളം ഏകദേശം ആ സുഗന്ധം ഉണ്ടായിരുന്നു എന്ന് റോജൻ പറഞ്ഞു. എന്നോട് എല്ല് പൊട്ടിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ തിരിച്ച് ചെന്ന് ഡോക്ടർ നോക്കുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ലായിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഡോക്ടർ വീണ്ടും എന്നെ വിളിച്ചു. ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി എന്തിനാണോ എന്നെ വിളിക്കുന്നത് എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ചേച്ചി ഗ്യാപ്പ് ഫില്ലായി, എല്ല് പൊട്ടിക്കേണ്ട കേട്ടോ. ഞാൻ ചോദിച്ചു എങ്ങനെ ഡോക്ടർ ഫില്ലായി എന്ന് വെച്ചാൽ പറഞ്ഞു ഗ്യാപ്പ് ഫില്ലായി, അത്ര പറയാനേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ആ ഓപ്പറേഷനും വിജയകരമായിട്ട് നടന്നു. കാലിൻ്റെ മുട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഇടത് കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, വലത് കൈയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പം മൊത്തത്തിൽ ഓപ്പറേഷൻ ചെയ്ത 6 സർജറി കഴിഞ്ഞു. 6 സർജറി കഴിഞ്ഞാൽ ശ്വാസകോശത്തിന് വലിയ പരിക്കാണ്, ആരെ കാണിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലുണ്ടായിരുന്ന ആൾ ഡോക്ടർ പറഞ്ഞു 6 മാസമെങ്കിലും കഴിയാതെ കാല് നിലത്തോട്ട് വയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അതുപോലെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു വിട്ടു. 2.5 മാസമായപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് എൻ്റെ റോജിൻ്റെ കാല് രണ്ടും നിലത്തു കുത്തി. 3.5 മാസമായപ്പോൾ വാക്കറി നടന്നു, 4 മാസമായപ്പോൾ സ്റ്റിക്കും കൊണ്ട് നടന്നു, ഇപ്പം 4.5 മാസമായപ്പോൾ സ്റ്റിക്കും ഇല്ലാതെ ആൾ നടക്കുന്നുണ്ട്. ചെറിയൊരു വേദന, അതായത് സ്റ്റീലൊക്കെ കയ്യാലിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ 7-ാം തീയതി വന്നാലേ 5 മാസം ആകുള്ളൂ. ഇന്നലെ കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. 200 കിലോമീറ്റർ റോജൻ ഡ്രൈവ് ചെയ്തു ഇന്നലെ രാത്രിയിൽ. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾക്ക് 100% ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ തിരിച്ചു തന്ന ജീവനാണ്, ജീവിതമാണ്. ഡോക്ടർ എന്നോട് തമാശയായിട്ടാണെങ്കിലും ഡോക്ടർ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് 3 കുട്ടികളാണോ? ഞാൻ പറഞ്ഞു അതെ. 3 പെൺകുട്ടികളാണോ? അതെ. ചേച്ചി വീട് വെച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. ഇതെല്ലാം ചേട്ടൻ ഡയറക്റ്റ് ചെന്ന് സ്വർഗത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ ചേച്ചിക്ക് ഇതിനൊന്നിനും ബുദ്ധിമുട്ട് വരികയില്ല എന്ന്. ഹിന്ദുവാണ് ഡോക്ടർ. കാരണം വെൻറ്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആൾ ഉള്ളിൽ പ്രാർത്ഥിച്ചു എന്നാണ് റോജൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ റോജൻ അത് വളരെ ഉച്ചത്തിലാണ് പ്രാർത്ഥിച്ചത്. ചുറ്റും നിന്ന ഡോക്ടേഴ്സും സ്റ്റാഫും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു അത്ഭുത മനുഷ്യനാണ് റോജൻ. അപ്പം ഞങ്ങൾക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെ സഹായിക്കുന്നുണ്ടായിരുന്നു.
അനാഥമന്ദിരങ്ങളിൽ പോയി അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടായിരുന്നു. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിശുദ്ധ കുർബാന, പ്രാർത്ഥനകൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ മുന്നിൽ ആര് സഹായം ചോദിച്ചു വന്നാലും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എല്ലാവരെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജിഷ ജോയി. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ ഉപ്പുതോട് ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2018 ഒരു വർഷക്കാലം ആ ഉടമ്പടി നന്നായി കൊണ്ടുപോയി. അതിനുശേഷം ഇടയ്ക്കത് നിന്നു. വീണ്ടും 26/1/2024 വീണ്ടും ഞാൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം ഒരു ഭവനം ലഭിക്കുക എന്നുള്ളതായിരുന്നു. 30 വർഷം പഴക്കമുള്ളതാണ് ഞങ്ങളുടെ ഭവനം. ഒരു 18 വർഷമായി നല്ലൊരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 2024 ഉടമ്പടിയിൽ ആ നിയോഗവും ഞാൻ വെച്ചിരുന്നു. എൻ്റെ മകളുമായിട്ടാണ് വന്നത്. മോള് വരാത്തതുകൊണ്ട് അവളുടെ സാക്ഷ്യം പറയുന്നില്ല, പിന്നീട് അത് പറയും. എനിക്ക് വളരെ നാളുകളായിട്ട് എൻ്റെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു, നീരുമുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ തേയ്മാനമാണെന്നും സ്റ്റെപ്പ് കയറി നടക്കരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നടന്ന് അത് കുറച്ച് മരുന്നെല്ലാം കഴിച്ചു. എങ്കിലും പരിശുദ്ധ അമ്മയുടെ ഈ നടയിൽ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം എനിക്ക് മുട്ടേ നിൽക്കാനൊന്നും സാധിക്കില്ലായിരുന്നു. കസേരയിലൊക്കെ ഇരുന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. 24 ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അമ്മയുടെ ഈ നടയിൽ വന്ന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അന്നു മുതൽ എൻ്റെ ആ കാലിൻ്റെ വേദന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ എനിക്ക് മാറിക്കിട്ടി. ഒരു സ്റ്റെപ്പ് പോലും കയറി എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഓടി നടന്ന് എൻ്റെ ജോലികളെല്ലാം ചെയ്യുവാനായിട്ട് സാധിച്ചു. ഉടമ്പടി തൈലം ഞാൻ എൻ്റെ കാലിൻ്റെ മുട്ടിൽ തേച്ച് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ എനിക്ക് അതിൽ നിന്ന് രോഗശാന്തി ലഭിച്ചു. ഒരു ബേക്കിംഗ് കോഴ്സിന് ചേരുകയും കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുകയായിരുന്നു. പല പ്രാവശ്യം ഞാനത് ഉണ്ടാക്കിയിട്ട് ഒരിക്കലും എനിക്കത് ശരിയായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ പോയവരെല്ലാം നന്നായിട്ടുണ്ടാക്കുന്നു. അപ്പോൾ അത് അവരുണ്ടാക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമമായിരുന്നു, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇതിൻ്റെ ഒരു പരീക്ഷ വന്നു. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോകണം. എനിക്കപ്പോൾ ഒരിക്കലും ഇത് ശരിയാകാത്തതുകൊണ്ട് ഒരു ഭയങ്കര പേടി സങ്കടവുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പരീക്ഷ ആയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നു, നിങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന്. പെട്ടെന്ന് ഞാൻ ഓർത്തു, ഈ കേക്കാണേലും ഉണ്ടാക്കുന്നൊരു പ്രവർത്തനമാണല്ലോ, എനിക്ക് സാധിക്കുന്നില്ലല്ലോ അമ്മേ, പരീക്ഷ വരുന്നു, എനിക്കിതുണ്ടാക്കാൻ സാധിക്കില്ലോ എന്നെല്ലാം ഓർത്താകെ വിഷമിച്ചിരുന്നു. പരീക്ഷ ആയപ്പോൾ നമ്മളതിൻ്റെ ഒരു നുള്ളു ഉപ്പ്, പരിശുദ്ധ അമ്മയുടെ വെഞ്ചിരിച്ച ഉപ്പ് ഒരു നുള്ളിട്ട് ഞാനിത് ഉണ്ടാക്കി. 2 കേക്കാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോകേണ്ടത്. ഞങ്ങൾ 10-22 ആളുകളുണ്ടായിരുന്നു. അത് പരീക്ഷയായിട്ട് നടത്തി. അത് നമ്മൾക്ക് നോക്കുവാനൊക്കെ ആയിട്ട് ഉയർന്ന സാർമാരാണ് വന്നത്. പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ആ 2 കേക്ക് ഉണ്ടാക്കിയത്, ഒരു ബർത്ത്ഡേ കേക്കും ഒരു ക്യാറ്റ് കേക്കും ഞാൻ ഉണ്ടാക്കി. അത് 2ലും അമ്മയുടെ വിശുദ്ധ ഉപ്പ് ഞാൻ ഇട്ടിരുന്നു. ഈ 2നും പരിശുദ്ധ അമ്മ എനിക്ക് ഫസ്റ്റ് ഒന്ന് അനുഗ്രഹിച്ചു. ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അതിൻ്റെ പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷയിലും 1ാം സ്ഥാനം നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ നേർച്ചുപ്പ് ഉപയോഗിച്ച് 6 മാസമായി എൻ്റെ ഒരു കുറച്ച് സ്വർണം നഷ്ടപ്പെട്ടിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഒരിക്കലും ഇങ്ങനെ ഞാൻ മിറ്റമടിച്ചപ്പോഴാണ് മോളുടെ ഒരു കമ്മൽ കിടന്ന് കിട്ടി. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ ഇതെൻ്റെ കൊച്ചിൻ്റെ കമ്മലാണല്ലോ. അപ്പോൾ അത് മുഴുവൻ പോയിരിക്കുന്നത്, അതിൻ്റെ കൂടുതലുണ്ടായിരുന്ന എല്ലാം പോയെന്ന് എനിക്ക് മനസ്സിലായി. അത് ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്ന. 6 മാസം കഴിഞ്ഞു. അപ്പോൾ ദൈവമേ ഇത് പോയല്ലോ എന്നോർത്ത് ഇത് ഒരെണ്ണം കിട്ടിയതിൻ്റെ ആ ഭാഗത്ത് ഞാൻ വെഞ്ചിരിച്ച ഉപ്പ് ഞാൻ ഇട്ട് പ്രാർത്ഥിച്ചു. എനിക്കൊരു ഭയങ്കര വിഷമമായിരുന്നു, നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ അടുക്കളയിലൊക്കെ പണിയുമ്പോൾ ഞാൻ അച്ഛൻ്റെ ഗ്ലാസ്സൊക്കെ വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഗ്ലാസ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിലോട്ട് ഈ മോളുടെ സ്വർണം പോയ കാര്യം ഓർമ്മയിൽ വന്നു. ഞാൻ ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ തീ എല്ലാം ഇട്ട് കത്തിച്ച ഭാഗമായിരുന്നു. എങ്കിലും ആ മോളുടെ കമ്മൽ ആരോ എടുത്ത് വെച്ചതുപോലെ ആ നഷ്ടപ്പെട്ട വസ്തുക്കൾ ആ ഭാഗത്ത് തന്നെ ഇരുന്ന് എനിക്ക് ലഭിച്ചു.
പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഈ വലിയൊരു അനുഗ്രഹം തന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞാൻ 3-ാം പ്രാവശ്യം ഇവിടെ ഉടമ്പടി വന്ന് പുതുക്കി. അപ്പോഴതിന് വേറെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. എൻ്റെ സഹോദരങ്ങൾ വരാത്തതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പോഴിങ്ങനെ സാക്ഷ്യം പറയണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വലിയൊരാഗ്രഹം ഒരു ഭവനമായിരുന്നു. അത് കിട്ടാത്തത് കൊണ്ടാണ് ബാക്കി അനുഗ്രഹങ്ങളൊന്നും ഞാൻ പറയാതിരുന്നത്. അപ്പോൾ എൻ്റെ ആൻറ്റി ഒരിക്കൽ പറഞ്ഞു, മോളെ നീ പോയി നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നീ പറഞ്ഞു കഴിയുമ്പോൾ അമ്മ നിനക്ക് ഭവനം തരുമെന്ന്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് സാഹചര്യം കിട്ടിയെങ്കിലും തിരക്കായിരുന്നോട് സാധിക്കാതെ പോയി. അങ്ങനെ ഇരുന്നു. അപ്പോൾ എന്നും ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അറിയാവുന്നവരെല്ലാം ഞങ്ങൾക്കൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഭവനമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഞങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും, അമ്മയെ ഞങ്ങൾക്കൊരു നല്ല ഭവനം തരണമേ എന്ന്. കഴിഞ്ഞ പ്രാവശ്യം പുതുക്കിയിട്ട് വന്നിട്ട് പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയി, അമ്മേ ഇനി ഞാൻ വരുമ്പോൾ സന്തോഷത്തോടെ അമ്മയുടെ മുമ്പിലേക്ക് വരാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റ് മാസം 18-ാം തീയതി ഒരു സ്ഥലത്തിൻ്റെ കാര്യം പറയുകയും 19-ാം തീയതി ഞങ്ങൾ പോയി. അപ്പോൾ നമ്മളെ കൊണ്ട് മേടിക്കാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഭവനമായിരുന്നു. അപ്പോൾ ഞങ്ങളത് വേണ്ട എന്ന് വെച്ചു. വീണ്ടും എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ഈ സ്ഥലത്തിൻ്റെ കേസ് വരികയും ഞങ്ങൾ പോയി ആ ഭവനം കാണാൻ പോയി. ഞാൻ അവിടെ പോയപ്പോഴും പരിശുദ്ധ അമ്മയുടെ വെഞ്ചരിച്ച ഉപ്പ് എൻ്റെ കരങ്ങളിലുണ്ടായിരുന്നു. അതാരും ചവിട്ടില്ലാത്തൊരിടത്തായിട്ട് പ്രാർത്ഥിച്ചു, അമ്മയെ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഈ ഭവനം തരണമേ എന്ന്. അതിനു മുമ്പ് തന്നെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു, അമ്മേ 2026 ജനുവരി 30-ന് മുമ്പ് എനിക്കൊരു ഭവനം തരണമേ എന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 30-ന് ഈ ഭവനം പോയി കാണുകയും ഈ കഴിഞ്ഞ സെപ്റ്റംബർ 1-ാം തീയതി ഞങ്ങൾ ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു. ടോക്കൺ അഡ്വാൻസ് കൊടുത്തു. ഒരു ചെറിയൊരു ഭവനം, ഒരു നനയാത്തൊരു ഭവനം തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ 1855 സ്ക്വയർ ഫീറ്റുള്ള ഒരു 2 നല്ല ഭവനം തന്നാണ് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചത്. ഈ വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് വഴിയരികിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവരെ വിളിച്ച് ഭക്ഷണവും എല്ലാം ഹോട്ടലിൽ കൊണ്ടുപോയി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് അനാഥാലയങ്ങളിൽ പോയി അവർക്ക് വേണ്ട വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളെല്ലാം എത്തിച്ച് നൽകിയിട്ടുണ്ട്. ഇതെല്ലാമാണ് കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്തിരുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് തരുന്ന കൃപാസനം പത്രം ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും വഴിയോരങ്ങളിലെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ളവരോട് പരിശുദ്ധ അമ്മയെപ്പറ്റി പറയുവാനും ഒരുപാട് പേര് എൻ്റെ കാലിൻ്റെ ഈ നടക്കാൻ വയ്യാതിരുന്ന അവസ്ഥയിൽ ഇവിടെ അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ അനുഗ്രഹം കിട്ടിയതിൻ്റെ പേരിൽ ഒരുപാട് പേര് ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് അമ്മയുടെ സന്നിധിയിലേക്ക് വരുവാനും ഉടമ്പടി വിശ്വസിക്കാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനും സാധിച്ചു. പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഈ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി എന്നെ മാറ്റിയതിന് ഒരുപാട് നന്ദി പറയുന്നു.